പല പോരാളികളും ചരിത്രത്തിൽ പിറന്നിട്ടുണ്ട്. പക്ഷേ ഒരു 23 വയസ്സുകാരൻ മരണം വരവായി കാത്തു നിൽക്കുമ്പോഴും തൊടിയിലും തോക്കിലും അല്ല, ചിന്തയിലും പ്രതിജ്ഞയിലുമാണ് തൻ്റെ ആയുധം കണ്ടത്. അധിനിവേശത്തിന്റെ ഇരുട്ടിൽ ഒരു ജനത തങ്ങളുടേതല്ലാത്ത ഭയത്തിൽ നിശബ്ദമായപ്പോൾ ഒറ്റപ്പെട്ട ഒരു സ്വരം ഉയർന്നു. അത് ഭഗത് സിംഗിന്റെ സ്വരമായിരുന്നു. ആയിരത്തി 1907 പഞ്ചാബിലെ ലയൺപൂരിൽ ജനിച്ച ഭഗത് സിംഗിന് ദേശസ്നേഹവും ധൈര്യവും കുട്ടിക്കാലത്ത് തന്നെ തന്റെ ശ്വാസമായി മാറിയിരുന്നു. മുറ്റത്ത് കളിക്കുന്ന കുട്ടികളെക്കാൾ അദ്ദേഹം കണ്ടത് ഒരു കാലഘട്ടത്തിന്റെ നീതിമുറിവായിരുന്നു. 1919 ജാലിയൻവാലാബാഗിൽ ക്രൂരനായ ബ്രിട്ടീഷ് സൈന്യം നിശബ്ദമായി ജനങ്ങളെ വെടിവെച്ചു കൊന്നു. അന്ന് 12 വയസ്സുകാരനായ ഭഗത് സിംഗ് അവന്റെ കൈകളിൽ പിടിച്ചിരുന്ന മണ്ണ് അവരുടെ കണ്ണുകളിൽ നിന്നും തുടച്ച രക്തമായിരുന്നു. പെരുമാറ്റത്തിൽ സാധാരണക്കാരനായ ഒരു ബാലൻ, പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു വെളിച്ചമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യത്തിന്റെ ജ്വലിക്കുന്ന സൂര്യൻ. അവന്റെ സുഹൃത്തുക്കളായ ചന്ദ്രശേഖർ ആസാദ്, ബട്ടുകേശ്വർ ദത്ത്, ഗണേഷ് ശങ്കർ തുടങ്ങിയവരോടൊപ്പം അവൻ രഹസ്യമായി ഏറ്റെടുത്ത വിപ്ലവ ചിന്തകൾ നാട്ടിലെ ജനങ്ങളിൽ ആത്മവിശ്വാസം കൊള്ളിക്കാൻ തുടങ്ങി. ലാലാ ലജ്പത് റായിയുടെ മരണം ഭഗത് സിംഗിന്റെ ഹൃദയത്തിൽ ഒരു മിന്നൽ പടി പോലെ വീണു. ഒരു മഹാനായ നേതാവിന്റെ വീര്യം തേടിയുള്ള അവന്റെ യാത്ര തോക്കുകൾ മാത്രമല്ല, വിശ്വാസവും ധൈര്യവും വാരിയെറിഞ്ഞ് മുന്നോട്ടു പോകാൻ അവൻ തീരുമാനിച്ചു. അന്ന് ബ്രിട്ടീഷ് സർക്കാർ സുരക്ഷാ ബിൽ, തൊഴിൽ തർക്ക നിയമവും പാസാക്കാൻ ശ്രമിച്ചിരുന്നു. ഈ നിയമങ്ങൾ ഇന്ത്യക്കാരുടെ പൗരാവകാശങ്ങളെയും തൊഴിലാളികളുടെ അവകാശങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്നവയായിരുന്നു. നിയമസഭാ അംഗങ്ങളുടെ ഭൂരിപക്ഷവും ഈ ബില്ലുകളെ എതിർത്തിരുന്നുവെങ്കിലും വൈസ്രോയ് ലോർഡ് എർവിൻ തന്റെ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് അവ നടപ്പാക്കാൻ തീരുമാനിച്ചു. 1929 ഏപ്രിൽ 8 ഉച്ചയ്ക്ക് 12:30 ദില്ലി നഗരത്തിൽ പകൽ വെളിച്ചം പ്രകാശമായിരിക്കുമ്പോൾ കേന്ദ്ര നിയമസഭയുടെ വലിയ മതിലുകൾക്കുള്ളിൽ നിയമം എന്നതിൻ്റെ പേരിൽ ജനങ്ങളെ അടിച്ചമർത്തുന്ന നിയമങ്ങൾ പാസ്സാവാൻ പോകുന്നു. അവിടെ ഇരുന്നവർക്കിടയിൽ ആരും അറിയില്ല, ഒരു 21 വയസ്സുകാരൻ മറ്റൊരാൾക്കൊപ്പം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ധൈര്യത്തിൻ്റെ പരമാവധി അളന്നുപിടിച്ച ഒരു സന്ദേശം അയക്കാൻ വന്നു കഴിഞ്ഞിരുന്നു. ഭഗത് സിംഗും ബട്ടുകേശ്വർ ദത്തും കാക്കി ഷർട്ടും സോക്സും ധരിച്ച് നിയമസഭയിലെ സന്ദർശക ഗാലറിയിൽ സ്ഥാനം പിടിച്ചു. പ്രസിഡന്റ് വിഠൽഭായ് പട്ടേൽ തൊഴിൽ തർക്ക ബിൽ സംബന്ധിച്ച് തന്റെ വിധി പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ബോംബുകൾ കയ്യിലെടുത്ത് നേരെ മുന്നിലേക്ക് എറിഞ്ഞു. ബോംബുകൾ ഗാലറിയിൽ നിന്നും എറിഞ്ഞിട്ട് അവർ ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളികളെ ഒന്നിക്കുക, സാമ്രാജ്യത്വം, നാശം എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഭഗത് സിംഗ്, ബട്ടുകേശ്വർ ദത്ത് ഇവർ എറിഞ്ഞത് ശത്രുവിനെ കൊല്ലാനുള്ള ബോംബല്ല. അവരുടെ ലക്ഷ്യം രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് പിന്നിലെ മൗനം തകർക്കുക എന്നതായിരുന്നു. ആരെയും കൊല്ലാതിരിക്കുക എന്ന കൃത്യമായ കണക്കുകൂട്ടലുകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ശബ്ദം ആ കാറ്റിൽ മുഴങ്ങി, ഒരു തലമുറ ഉണരാൻ വേണ്ടി. പൊതുജനങ്ങൾക്ക് മുന്നിൽ ജയിലിൽ പോകാൻ ആഗ്രഹിച്ചവരായിരുന്നു അവർ. രക്ഷപ്പെടാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഭഗത് സിംഗും ബട്ടുകേശ്വർ ദത്തും സ്വയം അറസ്റ്റിൽ കീഴടങ്ങി. ബോംബുകളിൽ നിന്നുള്ള പുക സഭാ ഹാൾ നിറഞ്ഞപ്പോൾ അവർക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷേ അവർ അവിടെ തന്നെ തുടർന്നു. പോക്കറ്റിൽ ചെറുപുസ്തകങ്ങൾ, തലയിൽ സ്വപ്നങ്ങൾ, കയ്യിൽ ധൈര്യവും. അവർ പറഞ്ഞു, വെടിയല്ല, ഉണർവാണ് ഞങ്ങൾ എറിഞ്ഞത്. ഇതൊരു ആക്രമണമല്ല, ഇതൊരു പൊതുസമ്മതം കൊള്ളാത്ത നിയമങ്ങളോട് എതിരായ പൊതുപ്രതിഷേധമായിരുന്നു. തുടക്കം ഒരു പുതിയ ഇന്ത്യയുടെ. മെയ് മാസത്തിൽ വിചാരണ ആരംഭിച്ചപ്പോൾ ഭഗത് സിംഗും ബട്ടുകേശ്വർ ദത്തും കൊലപാതക ശ്രമത്തിനും സ്ഫോടക വസ്തു നിയമലംഘനത്തിനും കുറ്റക്കാരെ കണ്ടെത്തപ്പെട്ടു. ജൂൺ 12 ഇരുവർക്കും ജീവപര്യന്തം തടവ് വിധിച്ചു. ബ്രിട്ടീഷ് സർക്കാർ അവരെ കുപ്രചാരത്തിന്റെ പ്രചാരകർ ആയി പ്രഖ്യാപിച്ചു. അങ്ങനെ 1931 മാർച്ച് 23 രാത്രി 7:30 ലാഹോർ സെൻട്രൽ ജയിലിന്റെ കനത്ത ഇരുണ്ട മതിലുകൾക്കുള്ളിൽ ചില അന്തിമ നിമിഷങ്ങൾ കടന്നുപോയിരുന്നു. വിപ്ലവത്തിന്റെ ശബ്ദം തർക്കമാകുമ്പോൾ ഭരണം മിണ്ടാത്ത ശാന്തത തേടി. ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും നിശബ്ദമാക്കാനുള്ള വിധി പുറത്തു വന്നു. വധശിക്ഷ. സാധാരണ ഒരു തടവുകാരൻ മരണം വരാനിരിക്കുന്നപ്പോൾ വിറയ്ക്കും, വിലപിക്കും. പക്ഷെ ഭഗത് സിംഗ് അവൻ്റെ മരണം സ്നേഹത്തോടെ വരവേറ്റു. ബോംബിൻ്റെ ശബ്ദം ഒറ്റ ദിവസത്തിൽ തീർന്നു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇത് സംസാരിക്കേണ്ടത് അതിനേക്കാൾ ശക്തമായ ആയുധങ്ങളാണ്, ആശയങ്ങൾ. ഭഗത് സിംഗിൻ്റെ ആത്മാവിൽ നിന്ന് ഉയർന്ന ആ ശബ്ദം രാജ്യത്തിൻ്റെ ഓരോ കോണിലും പതിച്ചു.
പത്രങ്ങളിലൂടെയും ജനഹൃദയങ്ങളിലൂടെയും ഇന്നും ക്ലാസ് റൂമുകളിൽ, ജാഥകളിൽ ആ ശബ്ദം പുനരുച്ചാരിക്കപ്പെട്ടു. ഇൻകുലാബ് സിന്ദാബാദ്, വിപ്ലവം നീണാൾ വാഴട്ടെ.